إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്ത് ത്വാഹ 36-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഖാല ഖദ് ഊതീത സുഅലക യാ മൂസ. ഖാല അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖദ് ഊതീത നിനക്ക്, ഖദ് ഊതീത സുഅലക മൂസ നബിയെ താങ്കൾ ചോദിച്ച കാര്യങ്ങൾ താങ്കൾക്ക് നാം നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. യാ മൂസ, ഹേ മൂസ, താങ്കൾ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതാ നൽകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഹാറൂൻ എന്ന് പറയുന്ന മൂസ നബി അലൈഹി സ്വലാമിന്റെ സഹോദരന് ഒരു സഹായിയായി നിശ്ചയിച്ചു തരണം എന്നാണ് മൂസ നബി കാര്യമായി ആവശ്യപ്പെട്ടത്. ആ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കുകയാണ്. അങ്ങനെ ഹാറൂൻ അലൈഹിസ്സലാം ഒരു നബിയായി, ഹാറൂൻ അലൈഹിസ്സലാമിനെ ഒരു നബിയായും മൂസ നബി അലൈഹിസ്സലാമിന് ഒരു കൂട്ടാളിയായും സുഹൃത്തായും അതുപോലെ സഹായിയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുക്കുകയാണ്. വലക്കത് ശേഷം അല്ലാഹു പറയുന്നു, വലക്കത് മനന്ന അലൈക മറത്തൻ ഉഖ്റ. വലക്കത് മനന്ന അലൈക താങ്കളുടെ മേൽ നാം അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. മറത്തൻ ഉഖ്റ വേറൊരു സമയം ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം താങ്കളുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ചെറുപ്പകാലത്ത് മൂസ നബി അലൈഹി സ്വലാമിനെ ഫിർഔൻ എല്ലാ ബനീ ഇസ്രായേലുകൾപ്പെട്ട കുട്ടികളെയും കൊല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും അങ്ങനെ ബനീ ഇസ്രായേലുകളെ ആൺകുട്ടികളൊക്കെ കൊല്ലുകയും പെൺകുട്ടികളെ വെറുതെ വിടുകയും ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിലേക്കുള്ള, ആ ഒരു വിഷയത്തിലേക്കുള്ള സൂചനയാണ് ഈ നൽകുന്നത്. അങ്ങനെ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔന്റെ കിരാതമായ ആ നടപടിയിൽ നിന്നും മൂസ നബിയെ പ്രത്യേകമായി രക്ഷിച്ച ആ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ഈ ആയത്തിന്റെ സൂചന നൽകുന്നു. വലക്കത് മനന്ന അലൈക മറത്തൻ ഉഖ്റ. മൂസ നബിയെ വേറൊരു സമയം താങ്കളുടെ മേൽ നാം വലിയൊരു അനുഗ്രഹം ചെയ്തിട്ടുണ്ട്, അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള സൂചനയാണ്. കാരണം ശേഷം വരുന്ന ആയത്തിൽ അതിനെപ്പറ്റി വിശദമായ വിശദീകരണമുണ്ട്. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനം നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.